ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് റവയും കുറച്ച് ചെറുപയറും വെച്ചിട്ട് നല്ല കിടിലം വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് റെസിപ്പി ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ റവയും ചെറുപയറും വെച്ചിട്ടുള്ള ഈ ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1.5 തവി ചെറുപയർ 3-4 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തേനെ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് റവ ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവ വറുക്കാത്ത റവ ഏതായാലും പ്രശ്നമല്ലേ. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കൂട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, പിന്നെ എളുപ്പമാണ്. ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ലേ. ഇനി നമ്മളിതാ കുതിർക്കാൻ വെച്ച് ഈ ഒരു ചെറുപയർ നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ വേണ്ടത് 1.5 തവി ചോറാണ് കേട്ടോ. നമ്മൾ ബാക്കി വന്ന ചോറോ ഏതെങ്കിലും കയ്യിൽ ചോറുള്ള അത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഈ ഒരു സമയത്ത് എല്ലാവരോടും പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെ അങ്ങനെ ഏകദേശം ഒരു 2 ഗ്ലാസ് വരെ വെള്ളം ഞാൻ ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിങ്ങനെ ഇളക്കി കൊടുത്തേക്കാണ്. അധികം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല, അധികം അങ്ങോട്ട് ലൂസ് ആവാനും പറ്റില്ല. ആ ഒരു രീതിയിലാട്ടോ നമുക്ക് ഈ ഒരു റവ കിട്ടേണ്ടത്. ഇത് ഞാനൊരു 10 മിനിറ്റോളം കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഈ ഒരു റവ ചെറുപയർ പിന്നെ ആദ്യം തന്നെ കുതിർന്നതാണല്ലോ. അപ്പോൾ റവ ഒന്നും കൂടി കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അങ്ങനെ 10 മിനിറ്റിന് ശേഷം ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തേണേ. അതിലേക്ക് ഈ ഒരു റവ ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ല ഇതിലെ വെള്ളം അധികം അങ്ങോട്ട് ടൈറ്റ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കേ. അപ്പോൾ ഞാനതായാലും വെള്ളം ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. നല്ല കട്ടിയിൽ തന്നെ ഈ മാവ് അരച്ചെടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് അരയണേ. ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താലും അതില്ലെങ്കിൽ നമ്മൾ അരച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനതായാലും ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. രാവിലെ തന്നെ നമുക്കിത് അരച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റും. ഈ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ്. ഇനി ഈ മാവ് ചെറുതായിട്ടൊന്ന് പതക്കായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ടേ. ഇനി നമുക്ക് ബേക്കിംഗ് സോഡ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി അരച്ച് വെച്ചാൽ നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ. നമ്മൾ സാധാരണ പിന്നെ അരിൻ്റെ മാവൊക്കെ അരച്ച് വെക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ പൊങ്ങി കിട്ടും കേട്ടോ ഈ ഒരു മാവും. ഇതുപോലെ 2-3 മിനിറ്റ് നേരം ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം കേട്ടോ. അധികം അങ്ങോട്ട് പൊങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ ഇതുപോലെ നന്നായിട്ട് പതമായിട്ട് നമുക്ക് കിട്ടിയതിനെ കണ്ടില്ലേ. ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ ഈ ഒരു മാവ്. ഇനി ഇതുകൊണ്ടാട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് 2-3 തരമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു മാവ് തന്നെ മതിയെ 3 ദിവസത്തിന് അങ്ങനെ വേണമെങ്കിൽ വെക്കാം, ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയിട്ട്. ബാക്കിയുള്ളത് ആദ്യം തന്നെ ഞാനിതാ ഒരു പാനടുപ്പത്ത് വെച്ചിനെ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ പിന്നെ ഞാൻ ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ചിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അധികം അങ്ങോട്ട് പരത്തരുത്, ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. ഇനി ബബിൾസ് ഇങ്ങനെ വെന്ന് കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കട്ടെ ചെയ്ത്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം എടുത്ത് ഇങ്ങനെ വേവിച്ചെടുക്കാൻ. അങ്ങനെ ബബിൾസൊക്കെ വന്നതിന് ശേഷം നമ്മളെ കിടിലം അപ്പം റെഡിയായി. ഇതിൻ്റെ മുകളിൽ ഇനി എണ്ണയോ നെയ്യോ ഇങ്ങനെ ഓയിൽ ഇട്ടോ ഏതായാലും പ്രശ്നമില്ല. ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നല്ല ടേസ്റ്റിയായ അപ്പം റെഡിയായി. കണ്ടില്ലേ, നല്ല ഓൾസൊക്കെ ഉണ്ടായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആ ഒരു ചെറുപയറിൻ്റെ ഒക്കെ ആ ഒരു രുചിയും കൂടി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നാട്ടിലൊരു വ്യത്യസ്തമായൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അടുത്തത് ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓൾസ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഇങ്ങനെ ഓൾസ് ഇങ്ങനെ വരുന്ന സമയത്ത് മൂടി വെച്ചാൽ അപ്പോഴാണ് ടൈമൊക്കെ ആ ഒരു കറക്റ്റിലും പിന്നെ അതെല്ലാം കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ്. കണ്ടില്ലേ, ആ ഒരു നീർച്ചയിലൊക്കെ കിട്ടുക.
അങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് മസാല ദോശ ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ തവിയിൽ തന്നെ ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇങ്ങോട്ട് കട്ടില്ലാതെ ഇങ്ങോട്ട് പരത്തി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല മൊരിച്ചിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു മാവിലേക്ക് ഞാൻ പഞ്ചസാര ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലേ. അങ്ങനെ ഇതുപോലെ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് ഒരു മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് നമ്മൾ മസാല ദോശ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു ദോശ ഇത് ഈ ഒരു മാവോടെ തന്നെ റെഡിയാക്കി എടുക്കാൻ കഴിയേ. കണ്ടില്ലേ, നല്ല നെരിച്ചിലോട് കൂടി തന്നെ കിട്ടീനെ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാല ഒക്കെ ഉണ്ടാക്കി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു മാവ് കൊണ്ട് തന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതും കൂടി വീഡിയോയിലുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് ആ ഒരു തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ ഏതായാലും പ്രശ്നമല്ല കേട്ടോ. ഇത് ഒഴിച്ച് കൊടുക്കാൻ മറക്കരുതേ. അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഡ്രസ്സ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് തകി കൊടുക്കുക കേട്ടോ. ഇങ്ങോട്ട് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇഡ്ഡലി നല്ല സോഫ്റ്റുള്ള റെഡി ആയി കിട്ടും കേട്ടോ. കണ്ടില്ലേ, 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലി. അപ്പം ഞാൻ ചൂടാറിയതിന് ശേഷം ജസ്റ്റ് എന്നങ്ങോട്ട് ഇളക്കി വെച്ചിരുന്നേ. ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ്. ചൂടാറാതെ നമ്മൾ എടുക്കരുത്. ചൂടാറാതെ എടുത്താൽ ഈ ഒരു തട്ടിലൊക്കെ പറ്റി പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് അല്ലേ, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ചെറുപയറിട്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് ആ ഒരു ചിലപ്പോൾ ഒരു ചോയ ഇഷ്ടമില്ലാത്തതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല കേട്ടോ. നല്ല നെരിച്ചിലോട് കൂടി തന്നെ നമുക്കത് കഴിക്കാൻ പറ്റും. നല്ല സോഫ്റ്റാട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം. എല്ലാവരോടും